റെക്കോർഡ് ആവണമെങ്കിൽ മുമ്പ് തീരാൻ പറ്റില്ല സ്ക്രീനിൽ പറഞ്ഞു അത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ ഞാനൊന്നൊരു സ്ലോയിൽ പറയാം. ഞാനതേ പെട്ടെന്ന് 27 മിനിറ്റ് ആവുമ്പോഴേക്കും എൻ്റെ ഫോൺ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോപ്പ് ആവുന്നു. അതിന് മുമ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ആ കോളായി. ആദ്യം മുതൽ സ്ലോയിൽ പറയാം. നമ്മൾ ഓരോന്നും എടുക്കുകയാണേ. ആദ്യത്തെ ടെസ്റ്റ് ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്നറിയോ? u1 ഗ്രേറ്റർ ദാൻ u2 ഗ്രേറ്റർ ദാൻ u3 ഗ്രേറ്റർ ദാൻ u4 ഗ്രേറ്റർ ദാൻ എക്സെട്ര ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ അത് ചെക്ക് ചെയ്യാൻ പോവാണ്. u1 ഈക്വൽ ടു ഇതിൽ 1 കൊടുക്കുമ്പോൾ എന്താ വരിക? 1/1 ഈക്വൽ ടു 1. u2 ഈക്വൽ ടു ഇതിൽ 2 കൊടുക്കുമ്പോൾ എത്ര വരിക? 1/2 ഈക്വൽ ടു 0.5. u3 ഈക്വൽ ടു 1/3 ഈക്വൽ ടു 0.33 എന്ന് വരും. അതെങ്ങനെ പോകും? ശരിയല്ലേ? അപ്പോൾ ഇത് കുറഞ്ഞ് വരില്ലേ? ശരിയല്ലേ? ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? u1 ഈസ് ഗ്രേറ്റർ ദാൻ u2 ഈസ് ഗ്രേറ്റർ ദാൻ ഈസ് u3 ഗ്രേറ്റർ ദാൻ എക്സെട്ര. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്, കൺവേർജൻ്റ് ആകാനുള്ള, അതായത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആകാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് കണ്ടീഷൻ ശരിയാണ്. ഓക്കെ ആണോ? ഓൾട്ടർനേറ്റീവ് സീരീസ് കൺവേർജൻ്റ് ആകാനുള്ള ഒന്നാമത്തെ കണ്ടീഷനാണ് കുറഞ്ഞു വരണമെന്നാണ്. ഓക്കെ, ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ശരിയാണ്. ഓക്കെ എടാ, മാറ്റോട്ടെ അർജുൻ. പോണ്ട ഇത് തെറ്റാണെങ്കിൽ പിന്നെ ഓൾട്ടർനേറ്റീവ് സീരീസിൽ നമുക്ക് കൺവേർജൻ്റ് ലൈറ്റ് ഓസിലേറ്ററി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഏതെങ്കിലും ഒരെണ്ണം തെറ്റിപ്പോയാലും അത് ചെയ്യണ്ട. ഇതിൻ്റെ നമുക്ക് ഇതിപ്പോൾ ടെസ്റ്റ് ഇതിലിപ്പോൾ എങ്ങനെ വരുന്നില്ല, കുറഞ്ഞിട്ടല്ല വരുന്നത്. ഒരെണ്ണം കുറഞ്ഞിട്ട് പിന്നെ കൂടിയെന്ന് വിചാരിച്ചോ. ശ്രദ്ധിക്കണേ, നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് നോക്കണേ. ഒരെണ്ണം കുറഞ്ഞിട്ട് കൂടിയാലും ഈ ടെസ്റ്റ് ചെയ്യാൻ പോകണ്ട. അവിടെ നമുക്ക് എന്താ പറയാം? ഫസ്റ്റ് കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, therefore it is not a convergent, therefore it is oscillatory എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ രണ്ടാമത്തേലാണ് തെറ്റണതെങ്കിൽ രണ്ടാമത്തേൽ 0 കിട്ടുന്നില്ലെങ്കിലും അവിടെയും പറയാം നമുക്ക് ഇറ്റ് ഈസ് നോട്ട് കൺവേർജൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് ഡൈവേർജൻസ് അല്ല അത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ കൺവേർജൻ്റ് ആണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. കൺവേർജൻ്റ് അല്ലെങ്കിൽ അത് ഡൈവേർജൻ്റ് എന്നല്ല പറയുന്നത്. കൺവേർജൻ്റ് അല്ലെങ്കിൽ അത് ഓസിലേറ്ററി സീരീസ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് ഇതിൽ ഈ ഒരു ടെസ്റ്റിൽ ഡൈവേർജൻ്റ് ആണോ എന്ന് നമ്മൾ നോക്കുന്നില്ല. കൺവേർജൻ്റ് ആണെന്ന് മാത്രം ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ലെബിനിസ് ടെസ്റ്റ്. ഓക്കെ, ഞാൻ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവാണേ. രണ്ടാമത്തെ കണ്ടീഷൻ എടുക്കുകയാണ്. സെക്കൻഡ് കണ്ടീഷൻ ലിമിറ്റ് കാണുകയാണ്. അതായത് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി uk. അതെന്ന് പറഞ്ഞാൽ ഈ -1k+1 ഇല്ലേ, അതിനെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഫംഗ്ഷൻ മാത്രം എടുത്താൽ മതി കേട്ടോ. -1k+1 എടുക്കണ്ട. uk എന്നുള്ളത് എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 1/k. ആ 1/k മാത്രം എടുത്താൽ മതി. ഓക്കെ, എന്താണാവോ കുറേ നേരം ഓണായിക്കൊണ്ടായിരിക്കും ഇനി. അതെന്തെന്നറിയില്ല. അപ്പോൾ UK എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ബ്ലാക്കും കൊണ്ട് എഴുതാം. ഇങ്കിൻ്റെ പ്രശ്നമല്ലല്ലോ. ഓക്കെ, ഓക്കെ വീണപ്പോൾ എന്തെങ്കിലും പറ്റിയാണോ? നല്ലൊരു വീഴ്ചയായിരുന്നു. സൈഡൊക്കെ പെയിൻ്റൊക്കെ പോയി. ഇതിന് ഫോണ് മാറ്റേണ്ടിയിരുന്ന തോന്നണേ. ഓക്കെ അല്ലേ? ആ കേക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണ് നമ്മളെ. ഈക്വൽ ടു 1/∞. 1/∞ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ അതും സാറ്റിസ്ഫൈഡ് ആണ്. എഴുതാം, സെക്കൻഡ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്, therefore by Leibniz test the series is convergent. Leibniz test പ്രകാരം ഒരു ക്വസ്റ്റ്യൻ ആണ്.
എഴുതാം. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് സിഗ്മ k equal to 1 to infinity minus 1 raised to k plus 1 into k plus 3 by k into k plus 1 minus 1 raised to k plus 1 into k plus 3 by k into k plus 1. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യം അല്ലേ. അത് ചെക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ പോലെ ചെയ്യേണ്ട. യു കെ എടുത്ത് എഴുതുന്നു. എന്താണ് യു കെ എന്ന് പറഞ്ഞാൽ k plus 3 by k into k plus 1. ഓക്കെ. അപ്പോൾ ദിസ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് സീരീസ് ആണെന്ന് അറിയാം നമുക്ക്. ഈ -1 raised to k plus 1 ഫ്രണ്ടിലുള്ളത് കൊണ്ട് ഇത് ഓൾട്ടർനേറ്റീവ് സീരീസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷനിലേക്ക് പോവാണ്. u1 കണ്ടുപിടിക്കുന്നു. u1 എന്തിന് 1 കൊടുക്കുക, സോറി kക്ക് 1 കൊടുക്കുക. 1 plus 3 by 1 into 1 plus 1 4 by 2 equal to 2. ശരിയല്ലേ. u2 kക്ക് 2 കൊടുക്കുക. 2 plus 3 by 2 into 2 plus 1 2 plus 3 5 by 2 into 3 5 by 6. കാൽക്കുലേറ്റർ അടിക്കായിരിക്കും നല്ലത്. 5 by 6 കാൽക്കുലേറ്റർ അടിച്ച് നോക്കാം കേട്ടോ. 5 by 6 0.83 ആണ്. ദെൻ u3 കാണാൻ. u3 3 plus 3 by 3 into 3 plus 1 3 plus 3 ആണ് 6 by 3 into 4 12 6 by 12 0.5 ആണ്. 0.5 u4 കൂടി കാണാം. u4 4 plus 3 by 4 into 4 plus 1 7 by 5 അതിനാണ് 20 20 7 by 20 0.35. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കിട്ടി ഇപ്പോൾ എക്സെട്ര കേട്ടോ. u1 ആണ് വരുന്നത്. അതിനേക്കാൾ ചെറുത് u2, അതിനേക്കാൾ ചെറുത് u3, അതിനേക്കാൾ ചെറുത് u4 എക്സെട്ര. അപ്പോൾ എഴുതാം ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഓക്കെ ആണോ? നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, ലെബിനിസ് തിയറത്തിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ ഈ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവാണ്. സെക്കൻഡ് കണ്ടീഷൻ. എന്താണ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത്? രണ്ടാമത്തെ കണ്ടീഷനാണ് ലിമിറ്റ് k tends to infinity uk equal to limit k tends to infinity k plus 3 by k into k plus 1. എപ്പോഴും ഇൻഫിനിറ്റി ലിമിറ്റ് എടുക്കുമ്പോൾ ആ കെയുടെ ടേമിന് ഔട്ട് സൈഡ് എടുക്കണം. എപ്പോഴും ഇൻഫിനിറ്റി ലിമിറ്റ് വരുമ്പോൾ കെയുടെ ടേമിന് നമ്മൾ എപ്പോഴും ഔട്ട് സൈഡ് എടുക്കണം. അപ്പോൾ എന്താ വരിക? ലിമിറ്റ് k tends to infinity, ഇവിടെ നിന്ന് kനെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ k into 1 plus 3 by k by ഇവിടെ k അവിടെ ഉണ്ട് into k into 1 plus 1 by k. ഓക്കെ ആണോ? അപ്പോൾ ഒരു kനെ വെട്ടിയത് പറഞ്ഞ് ബാക്കി ലിമിറ്റ് എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ k വെട്ടി പോയില്ല. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായാലും മൊത്തത്തിൽ ഇൻഫിനിറ്റി ആണ്. മനസ്സിലായോ? ഡിനോമിനേറ്ററിൽ ഒരു kനെ വെട്ടാൻ പറ്റിയില്ല നമുക്ക്. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായാലും ഇൻഫിനിറ്റി ആണ്. ന്യൂമറേറ്റർ നോക്കാം. 1 plus 3 by infinity by ഇവിടെ ഇൻഫിനിറ്റി വന്നതുകൊണ്ട് ആ ടേം മൊത്തം ഇൻഫിനിറ്റിയാണ്. വേണമെങ്കിൽ എഴുതാം സ്റ്റെപ്പ് 1 plus 1 by infinity into 1 plus ഇൻഫിനിറ്റി 1 plus 0 by താഴത്തെ ടേം മൊത്തം ഇൻഫിനിറ്റി 1 by ഇൻഫിനിറ്റിയുടെ വാല്യൂ എത്രയാണ്? 0. താഴെ ഇൻഫിനിറ്റിൻ്റെ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇൻഫിനിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം 1 by ഇൻഫിനിറ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. Therefore, by Leibniz test, the series is convergent. Therefore, by Leibniz test, the series is convergent. Okay, അടുത്ത ടോപ്പിക് ആണ്. ഹെഡിങ് എഴുതാം absolute convergence. Absolute
absolute convergence. നെക്സ്റ്റ് ടോപ്പിക്കാണ് absolute convergence. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ absolute convergence ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സീരീസ് ഇല്ലേ, അതായത് ഓൾട്ടർനേറ്റീവ് സീരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് എങ്ങനെ വന്നോട്ടെ, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഏതോ ഒരു സീരീസ്. ശ്രദ്ധിക്കുക, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ, ഞാനിപ്പോൾ നേരത്തെ പോലെ ഓൾട്ടർനേറ്റീവ് സീരീസ് എടുത്തു, -1k+1 UK അല്ലേ, അങ്ങനെ ഒരു സിഗ്മ k = 1 to infinity -1k+1. ഇതൊരു ഓൾട്ടർനേറ്റീവ് സീരീസ് ആണ് അല്ലേ. നമുക്കറിയാം ഇതിൻ്റെ ആൻസർ എന്താ വരിക, u1 - u2 + u3 - u4 + etc. ഇങ്ങനെ ഒരു സീരീസ്, അല്ലെങ്കിൽ വേറൊരു സീരീസ് u1 - u2 - u3 + u4 - u5 + u6 - u7 - u8. അങ്ങനെ തോന്നിയ പോലെ, അതായത് തോന്നുന്ന പോലെ പ്ലസ് മൈനസും ഒക്കെ മിക്സ് ചെയ്ത് വന്ന സീരീസ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സീരീസ്, അതായത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുന്ന സീരീസ്. ആ ഒരു സീരീസ് നമ്മൾ അതിൻ്റെ മോഡുലസ് എടുക്കാൻ വിചാരിച്ചു. മോഡുലസ് ഓഫ് ദാറ്റ്, അതായത് മോഡ് -1k+1 UK തന്നിരിക്കുന്ന ഇക്വേഷന് മൊത്തത്തിൽ മോഡുലസ് എടുക്കാൻ വിചാരിക്കുക. മൊത്തത്തിൽ മോഡുലസ് എടുക്കുമ്പോൾ എല്ലാം പ്ലസ് ആയി കൺസിഡർ ചെയ്യാം. u1 + u2 + u3 + u4 etc. അതായത് സീരീസ് എങ്ങനെ വേണമെങ്കിൽ വന്നോട്ടെ, ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസോ മൈനസോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മൈനസോ, എല്ലാ ടേമും വന്നോട്ടെ, മിക്സ് ചെയ്തുള്ള ഒരു സീരീസിനെ നമ്മൾ മോഡുലസ് എടുക്കുക എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, അബ്സല്യൂട്ട് എടുക്കുക അല്ലെങ്കിൽ മോഡുലസ് എടുക്കുക എന്ന് പറഞ്ഞ മീനിങ് എല്ലാത്തിനെയും പ്ലസ് ആക്കുക. ആ പ്ലസ് ആകുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, ആ പ്ലസ് ആകുന്ന സമയത്ത് അത് കൺവേർജൻ്റ് ആണെങ്കിൽ, ആ പ്ലസ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ടേം, അതായത് ഇങ്ങനെ നോക്കുമ്പോൾ കൺവേർജൻ്റ് ഡൈവേർജൻ്റ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളതിന് മൈൻഡ് ചെയ്യുന്നില്ല. പ്ലസ് ആക്കുന്ന സമയത്ത് അത് കൺവേർജൻ്റ് ആയി മാറുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് കൺവേർജൻസ്. ഓക്കെ ആണോ? ഒന്നുമില്ല, ഒരു പ്ലസ് മൈനസ് ഒക്കെ മിക്സ് ചെയ്തുള്ള സീരീസ്, ആ സീരീസിനെ ചുമ്മാ മോഡുലസ് എടുക്കുന്നു. മോഡുലസ് എടുക്കുക പറഞ്ഞാൽ എല്ലാവരും പ്ലസ് ആക്കുന്നു. അങ്ങനെ പ്ലസ് ആക്കുന്ന ഇടവേളയിൽ, പ്ലസ് ആക്കുന്ന സമയത്ത് അത് കൺവേർജൻ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് കൺവേർജൻസ്. നേരിട്ട് നോക്കുമ്പോൾ കൺവേർജൻ്റ് ഡൈവേർജൻ്റ് എന്ത് വേണം ആയിക്കോട്ടെ, പക്ഷെ പ്ലസ് ആകുന്ന സമയത്ത് കൺവേർജൻ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് കൺവേർജൻസ്. ഓക്കെ ആണ് പറഞ്ഞത്? ഞാൻ ഡെഫിനേഷൻ ഒന്ന് പറയാം, അപ്പം നമുക്ക് മനസ്സിലാവും നോക്കാം. ജസ്റ്റ് ഒരു ഡെഫിനേഷൻ എഴുതാണേ, ജസ്റ്റ് ഒരു ഡെഫിനേഷൻ എഴുതാം. n എഴുതാം. A series sigma UK, a series sigma UK എന്താണെന്ന് പറയുന്നില്ല. A series sigma UK is said to be absolutely convergent. A series sigma UK is said to be absolutely convergent if a series sigma UK is said to be absolutely convergent if sigma mod UK equal to mod u1 plus mod u2 plus mod u3 plus etc. പറഞ്ഞ മനസ്സിലായോ? എല്ലാം പോസിറ്റീവ് ആക്കാം. ഈസ് കൺവേർജന്റ്, അതായത് സിഗ്മ മോഡ് യു കെ മോഡ് എടുക്കുമ്പോൾ കൺവേർജന്റ് ആണെങ്കിൽ ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ്. ഒരു സീരീസിനെ മോഡുലസ് എടുക്കുമ്പോൾ കൺവേർജന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ്. ഒരു എക്സാമ്പിൾ എഴുതി ക്ലിയർ ആവേ. കൺവേർജൻ്റ് ആണെന്ന് നോക്കാൻ നീ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ എഴുതി മനസ്സിലാവുക. കൺവേർജൻ്റ് ആണെന്ന് നോക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമുക്ക് കൺവേർജൻ്റ് ആണെന്ന് നോക്കാൻ റേഷ്യോ ടെസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള ടെസ്റ്റ് യൂസ് ചെയ്യാം. റേഷ്യോ ടെസ്റ്റ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് പറയുന്ന പോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്ന് നോക്കിയിട്ടോ. ഒരു എക്സാമ്പിൾ എഴുതാം. ഷോ ദാറ്റ്
show that the series ചെറിയൊരു എക്സാമ്പിൾ എഴുതുന്നുണ്ട്. 1 plus 1/2 square minus 1/3 square minus 1/4 square plus 1/5 square plus 1/6 square etc. is absolutely convergent. Show that the series is absolutely convergent. ഈ ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് യു കെ അല്ലെ. ഇപ്പൊ താഴെ എടുത്തത് സിഗ്മ യു കെ ഈക്വൽ ടു അല്ലെ, ഇതാണ് സിഗ്മ യു കെ. ശരിയാണോ? അതിന്റെ സിഗ്മ മോഡ് യു കെ എന്ന് ചെയ്തത് നിങ്ങൾ മോഡ് യു കെ എല്ലാത്തിനെയും പ്ലസ് ആക്കി മാറ്റിയ 1 plus 1/2 square plus 1/3 square plus 1/4 square plus 1/5 square plus 1/6 square plus etc. അല്ലേ? അത് ശരിക്ക് എന്ത് സീരീസാ? സിഗ്മ ആക്കി മാറ്റുമ്പോൾ സിഗ്മ k equal to 1 to infinity 1/k square എന്ന് പറഞ്ഞ സീരീസ് അല്ലേ അത്? ഹാർമോണിക് സീരീസ് ആണല്ലേ. ഇത് കൺവേർജന്റ് അല്ലേ? ഈസ് കൺവേർജന്റ് അല്ലേ? അല്ലെ, ഇത് കൺവേർജന്റ് എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. കാരണം p ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. p ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് അത് കൺവേർജന്റ് ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അതൊരു ഹാർമോണിക് സീരീസ് ആണ്, അത് കൺവേർജന്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ കിട്ടിയത് എന്താ? ദാറ്റ് ഈസ് സിഗ്മ മോഡ് യു കെ ഈസ് കൺവേർജന്റ് ആണ് അല്ലേ. നമുക്ക് കിട്ടിയത് എന്താണ്? മോഡ് യു കെ എടുത്ത സമയത്ത് അത് കൺവേർജന്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ടിങ് ടെസ്റ്റ് നമുക്ക് അറിയാവുന്ന റിസൾട്ട് വെച്ചിട്ടാണ് ചെയ്തത്. ചിലപ്പോൾ വലിയ ടേം വരുമ്പോൾ ഇതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് തന്നെ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്നത് റേഷ്യോ ടെസ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് റേഷ്യോ ടെസ്റ്റ് ആണ്. ഒരു ഹെഡിങ് തന്നെ ഉണ്ട്, നമുക്കൊരു ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്. ടെസ്റ്റ് അബ്സല്യൂട്ട്ലി കൺവേർജന്റിനെ ടെസ്റ്റ് ചെയ്യുന്നത് റേഷ്യോ ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത് സിമ്പിൾ ഫംഗ്ഷൻ ആണ്, സിമ്പിൾ സീരീസ് ആയതുകൊണ്ട് നമുക്ക് കിട്ടി സിഗ്മ 1/k square എന്ന് പറയുന്നത് കൺവേർജന്റ് ആണ് കിട്ടി. ഇപ്പം നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? സിഗ്മ മോഡ് യു കെ എടുത്തപ്പോൾ ആ സീരീസ് കൺവേർജന്റ് ആണ് എങ്കിൽ therefore അതുകൊണ്ട് സിഗ്മ വെറും യു കെനെ എന്ത് വിളിക്കാം? വെറും യു കെനെ എന്ന് വിളിക്കാം ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ്. വെറും യു കെ എന്ന് പറഞ്ഞ സീരീസ് എന്താണ്? ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ് ആണ് എന്ന് പറയാം. ഒരുവിധം മനസ്സിലായോ? അതായത് നേരിട്ട് നോക്കുന്ന ഈ സീരീസ് എന്താണ്? അതൊരു ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ്. ആബ്സല്യൂട്ട് എടുക്കുമ്പോൾ ഒരു കൺവേർജന്റ് ആകുന്ന സീരീസ്. മനസ്സിലായോ? ആബ്സല്യൂട്ട് എടുക്കുമ്പോൾ, അതായത് മോഡുലസ് എടുക്കുമ്പോൾ കൺവേർജന്റ് ആകുന്ന സീരീസ്, അതിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ്. ഓക്കെ ആണോ? ശ്രദ്ധിക്കാം, ഇതിന് മോഡുലസ് എടുക്കുമ്പോൾ ഡൈവേർജന്റ് ആണെങ്കിൽ അതിനെ ആബ്സല്യൂട്ട്ലി ഡൈവേർജന്റ് എന്നും പറയുന്നുണ്ട് കേട്ടോ. കൺവേർജന്റ് മാത്രമല്ല, മോഡുലസ് എടുക്കുന്ന സമയത്ത് അത് ഡൈവേർജന്റ് ആവുകയാണെങ്കിലോ അതിനെ ആബ്സല്യൂട്ട്ലി ഡൈവേർജന്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഈ സെയിം എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. ഒരു സീരീസ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാണേ, ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ വേറൊരു സീരീസ് എക്സാമ്പിൾ തരാം. ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരു സീരീസ്, അതായത് സിഗ്മ യു കെ ഈക്വൽ ടു തന്നിരിക്കുന്നതാണ് 1 minus 1/2 plus 1/3 minus 1/4 plus etc. ഇതൊരു സീരീസ് അല്ലേ? ഇത് ഒരു ഓൾട്ടർനേറ്റീവ് സീരീസ് ആണ് അല്ലേ? നമ്മൾ അതിന്റെ മോഡ് യു കെ എടുത്ത് എന്താ വരിക? മോഡ് യു കെ 1 plus 1/2 plus 1/3 plus 1/4 plus etc. അപ്പോൾ എന്താ വരിക? ഈക്വൽ ടു മോഡ് എടുത്ത സമയത്ത് എന്താ വന്നത്? പറയും, ഇതെന്താ? സിഗ്മ 1/n അല്ലേ? k equal to 1 to infinity സിഗ്മ 1/n അല്ലേ? അത് ഡൈവേർജന്റ് അല്ലേ? ശരിയല്ലേ? ശരിയാണോ? അതൊരു ഡൈവേർജന്റ് അല്ലേ? അതായത് ശ്രദ്ധിക്കുക, സിഗ്മ മോഡ് യു കെ ഈസ് ഡൈവേർജന്റ് അല്ലേ? ആണോ? സിഗ്മ മോഡ് യു കെ എന്ന് എടുത്തപ്പോൾ അത് ഡൈവേർജന്റ് ആയി അല്ലേ?
ശരിയാണോ? സിഗ്മ മോഡ് യു കെ ഡൈവേർജന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ യു കെ ഈസ് absolutely divergent. ഇതൊരു absolutely divergent സീരീസ് ആണ് വിളിക്കാം. ആ 1/n നമ്മൾ എക്സാമ്പിൾ പഠിച്ചല്ലേ ഇന്നലെ. ഹാർമോണിക് സീരീസ് പവർ 1 ആയതുകൊണ്ട് p = 1 ആയതുകൊണ്ട് അത് ഹാർമോണിക് ആണ് അല്ലേ? 1/n⁻1 നമ്മൾ k വെച്ചിട്ടാ പറയുന്നല്ലേ, സോറി 1/k. ശരിയാണോ? ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ 1/k, സിഗ്മ 1/k എന്തിന്റെ എക്സാമ്പിളാ? ഡൈവേർജന്റ് എക്സാമ്പിൾ ആണ് അല്ലേ? അപ്പോൾ ഇതിനെ അബ്സല്യൂട്ട്ലി ഡൈവേർജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയത് കൊണ്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു ടോപ്പിക്കിലും പഠിപ്പിക്കുകയാണ്, കണ്ടീഷണലി കൺവേർജന്റ്. ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഹെഡിങ് എഴുതാം, കണ്ടീഷണലി. കുറച്ച് കൺഫ്യൂഷൻ ആകുന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ പറഞ്ഞത്, കണ്ടീഷണലി കൺവേർജൻസ്. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ഡൈവേർജന്റ് പറഞ്ഞാൽ മോഡ് കൺവേർജന്റ് ആണെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് കേട്ടോ. ഇപ്പൊ ഈ ഒരു എക്സാമ്പിള് ഞാനിപ്പോൾ എഴുതിയത് കൊണ്ട് ഇതിലെ വിളിക്കുന്ന ഒരു പേരാണ് കണ്ടീഷണൽ കൺവേർജന്റ് എന്ന് പറയാം. ആദ്യം ഞാൻ കണ്ടീഷണൽ കൺവേർജന്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയാം. കുറച്ച് വട്ടാകാനുള്ള ചാൻസ് ഉണ്ട്, കുറച്ച് കൺഫ്യൂഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടീഷണലി കൺവേർജന്റ് പറയുമ്പോൾ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ വരും. പറഞ്ഞോട്ടെ. ചെറിയൊരു കൺഫ്യൂഷൻ. എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ. കണ്ടീഷണലി കൺവേർജന്റ് നമുക്ക് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് പ്രോബ്ലം ചെയ്യാനുണ്ട്, കാരണം അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എഴുതിയത് കൊണ്ട് കണ്ടീഷണലി കൺവേർജന്റ് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, കണ്ടീഷണലി കൺവേർജന്റിന്റെ എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ എഴുതിയത്. എന്താണെന്ന് പറയാം. അതായത് പറഞ്ഞോട്ടെ, പറയട്ടെ. ഓക്കെ, ഇത് നമുക്ക് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഇപ്പം ഞാനിപ്പോൾ എഴുതിയ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എഴുതിയ എക്സാമ്പിൾ ഞാനൊന്ന് എഴുതാം ഒന്നുകൂടി. സിഗ്മ -1k+1 UK, സോറി 1/k = അതാണ് നമ്മൾ എഴുതിയത്. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതാ 1/2 + 1/3 -1/4 + etc. അല്ലേ? ഇത് നമ്മൾ പഠിച്ച ഓൾട്ടർനേറ്റീവ് സീരീസ് അല്ലേ? ഇതൊരു ഓൾട്ടർനേറ്റീവ് സീരീസ് അല്ലേ? ശരിയാണോ? ഇതൊരു ഓൾട്ടർനേറ്റീവ് സീരീസ് അല്ലേ? ആ സീരീസ് കൺവേർജന്റ് ആണെന്ന് നമ്മളിപ്പോൾ ചെയ്തില്ലേ നേരത്തെ കുറച്ച് മുമ്പ് ഓൾട്ടർനേറ്റീവ് സീരീസ് പഠിപ്പിച്ചപ്പോൾ അല്ലേ? അതായത് ഓൾട്ടർനേറ്റീവായിട്ട് +or- ആണ് നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഇപ്പോൾ തൊട്ട് മുമ്പ് ഓൾട്ടർനേറ്റീവിൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കിയതാണ്. ഓൾട്ടർനേറ്റീവ് സീരീസിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കിയതാണ്. ഇത് ഒരു കൺവേർജന്റ് ആണ്. ഈ ഒരു സീരീസ് എന്താണ്? ഈ ഓൾട്ടർനേറ്റീവ് സീരീസ് എന്താണ്? കൺവേർജന്റ് ആണ്. പക്ഷേ ഇതിന്റെ മോഡുലസ് എടുത്തപ്പോൾ എന്തുണ്ടായി? ഇതിന്റെ മോഡുലസ് എടുത്തപ്പോൾ എന്തുണ്ടായി? മോഡുലസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡൈവേർജന്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന സീരീസ്, അതായത് സിഗ്മ UK എന്ന് പറയുന്ന തന്നിരിക്കുന്ന സീരീസ് ശരിക്കും നോക്കുമ്പോൾ കൺവേർജന്റ് ആണ് അല്ലേ? പക്ഷെ മോഡുലസ് എടുക്കുമ്പോഴോ ഡൈവേർജന്റ് ആണ്. ശരിയാണോ? തന്നിരിക്കുന്ന സീരീസ് കൺവേർജന്റ് ആണ്, പക്ഷെ മോഡുലസ് എടുക്കുമ്പോൾ ഡൈവേർജന്റ്. അങ്ങനെയുള്ള സീരീസിനെ വിളിക്കുന്ന പേരാണ് കണ്ടീഷണലി കൺവേർജന്റ് സീരീസ്. അപ്പൊ എന്താണ് കണ്ടീഷണലി കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഒരു 8 പേരുള്ളൂ. ഓക്കേടാ, ഓക്കെ അല്ലേ? ഹലോ, പറഞ്ഞു മനസ്സിലായോ? അതായത് നേരിട്ട് നോക്കുമ്പോൾ, അതായത് ഞാൻ ഇപ്പോൾ എഴുതാം, സിഗ്മ UK എന്ന് വിളിക്കുന്ന ആള് ഈസ് കൺവേർജന്റ്. സിഗ്മ UK കൺവേർജന്റ്, ബട്ട്
സിഗ്മ മോഡ് യു കെ എടുക്കുമ്പോൾ ഡൈവേർജന്റ്, സിഗ്മ മോഡ് യു കെ ഈക്വൽ ടു ഡൈവേർജന്റ് വരുന്ന ആ ഒരു സീരീസിനെ വിളിക്കുന്ന പേരാണ് കണ്ടീഷണലി കൺവേർജന്റ് സീരീസ്. ഓക്കെ ആണോ? എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയത് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഡിഫൈൻ കണ്ടീഷണലി കൺവേർജന്റ് ഗിവ് ആൻ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണോ? ക്ലിയർ? ഡിഫൈൻ കണ്ടീഷണലി കൺവേർജന്റ് എന്നും ഗിവ് ആൻ എക്സാമ്പിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൊടുക്കാം കേട്ടോ. മനസ്സിലായല്ലോ? ക്ലിയർ?